അവസാനം മഹാരാഷ്ട്ര അസംബ്ലിയിൽ അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബില്ല് അത് അവതരിപ്പിക്കുന്ന ഘട്ടം വരെ ഇദ്ദേഹത്തിൻ്റെ നിരന്തര പരിശ്രമത്താൽ എത്തപ്പെടുന്നു. അബോൽക്കറുടെ മുന്നിൽ ഒരുപക്ഷെ ഗാന്ധിക്ക് മുന്നിൽ ഗോഡ്സെ എന്ന പോലെ 3 വെടിയുണ്ടകൾ, ഒന്ന് നെറ്റി പിളർന്ന്, ഒന്ന് അദ്ദേഹത്തിൻ്റെ ഹൃദയം പിളർത്തി, ഒന്ന് അദ്ദേഹത്തിൻ്റെ വയറ് പിളർത്തി. ആരാണ് ശിവജി എന്ന് പറയുന്ന ഒരു ചെറിയ പുസ്തകം 2 ലക്ഷം കോപ്പിയാണ് മഹാരാഷ്ട്രയിൽ ചെലവായത്. ഈ 2 ലക്ഷം കോപ്പി ചെലവായപ്പോൾ വിരളി പിടിച്ചത് ഹിന്ദുത്വ രാഷ്ട്രീയക്കാരായിരുന്നു. നരേന്ദ്ര ഡബോൽക്കറെ കൊന്ന് ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോൾ പൻസാരയെയും കൊന്നു. ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ MM കൽബുർഗിയെ കൊന്നു. MM കൽബുർഗി ഇത് തന്നെയാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ ലിംഗായത്തുകൾ ഹിന്ദുമതത്തിൻ്റെ ഭാഗമല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചു. ഗൗരി ലങ്കേഷ് പത്രിക എന്ന് പറയുന്ന പത്രിക ഈ ബാബൻ ബുഡൻഗിരി കീഴടക്കുന്നതിനെതിരെ വലിയ നിലപാടെടുക്കാൻ വലിയ തരത്തിൽ അതിനെ പ്രതിരോധിക്കുകയും ചെയ്തു. അതിൻ്റെ പേരിലാണ് ഗൗരി ലങ്കേഷ് മരിച്ചത്. ഇന്ത്യ മുഴുവൻ ഈ തരത്തിൽ നമ്മളുടെയൊക്കെ സ്വതന്ത്ര ചിന്തയെ, നമ്മളുടെയൊക്കെ തലച്ചോറിനെ പ്രവർത്തിപ്പിക്കാതിരിക്കാനുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഇരുട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ഇന്നിങ്ങനെ നിൽക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് എന്ന് പറയാൻ പോലും ഭയമുണ്ട്. കാരണം എല്ലാ ചടങ്ങുകളിലും, ഒട്ടും സന്തോഷമില്ലാത്ത ചടങ്ങുകളിലും പ്രസംഗത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ സന്തോഷമുണ്ട് എന്ന് അഭിനയിക്കേണ്ടി വരുന്ന ഒരു സമൂഹമായി പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. പക്ഷേ ഇവിടെ അതല്ല, വളരെ നിർവ്യാജ സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇന്ന് ഈ സമ്മാനത്തിന് പുരസ്കൃതനായ കുരീപ്പുഴ ശ്രീകുമാർ തന്നെയാണ്. രണ്ടാമത്, ഇത്തരമൊരു പുരസ്കാരം, കെ തോമസ് മാഷിൻ്റെ പേരിലുള്ള പുരസ്കാരം വലിയ തരത്തിൽ ഈ സാമൂഹ്യ പ്രവർത്തനത്തിനുള്ള പുരസ്കാരങ്ങൾ ഒരു തരത്തിലുള്ള സ്വാധീനങ്ങൾക്കും വഴങ്ങാതെയാണ് ഇതുവരെ നൽകി പോന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ മൂല്യം ചെറുതല്ല. ഇതിൻ്റെ മൂല്യത്തിൻ്റെ മാറ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ വലുതാണ്. അപ്പം ഇങ്ങനെ കേരളത്തിൻ്റെ ഉള്ളിൽ ഇത്തരം സത്യസന്ധമായിട്ടുള്ള ചടങ്ങുകൾ, സത്യസന്ധമായിട്ടുള്ള ആധുനികമായിട്ടുള്ള ചില കൂട്ടായ്മകൾ നിലനിൽക്കുന്നു എന്നറിയുമ്പോൾ അത് ആലോചിച്ചപ്പോൾ വലിയ സന്തോഷം തോന്നി. ഇവിടെ കിട്ടമാഷ് സംസാരിച്ചപ്പോൾ എന്തുകൊണ്ട് കുരീപ്പുഴ ശ്രീകുമാർ എന്ന് പറയുന്ന ചോദ്യം ഒരു തരത്തിൽ പറയുകയുണ്ടായി. കുരീപ്പുഴ ശ്രീകുമാറിനെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളത് കവി എന്നുള്ള നിലയ്ക്കാണ്. എനിക്കും അങ്ങനെയാണ് തുടക്കത്തിൽ പരിചയം ഉണ്ടായിട്ടുള്ളത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കുരീപ്പുഴ ശ്രീകുമാറിൻ്റെ ആദ്യത്തെ കവിത, ഏതാണ്ട് ആദ്യത്തെ കവിതകളിലൊന്ന് അച്ചടിച്ചു വന്നത് ആത്മഹത്യാ മുനമ്പ് എന്ന് ഉള്ള പേരിലുള്ള കവിതയായിരിക്കും. അതിൽ ഈ കവിതയോട് സ്നേഹമുള്ള ആൾക്കാരുടെ ഉള്ളിലൊക്കെ ആ കവിത എപ്പോഴും തങ്ങി നിൽക്കുന്നുണ്ടാവും. ആത്മഹത്യാ മുനമ്പ് എത്തുന്നതിന് മുമ്പ് ഓർക്കുകഇത് നമ്മൾ തന്നെ അന്ത്യതീർത്ഥാടനം, നീലനിറമില്ലിനി നഭസിന് സന്ധ്യയ്ക്ക് പൂവിട്ട് നിൽക്കില്ല തൃച്ചംബരത്തികൾ എന്ന് തുടങ്ങുന്ന കവിതയാണത്. അപ്പോൾ അതുവരെ ഞാൻ കുരീപ്പുഴ ശ്രീകുമാറിൻ്റെ കവിതകൾ വായിച്ചിട്ടില്ല. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് അച്ചടിച്ചു വന്നിട്ടുള്ള കവിതകളിൽ, ആദ്യ കവിതകളിൽ പ്രധാനപ്പെട്ട ഒരു കവിത ഇതായിരിക്കും എന്ന് തോന്നുന്നു. ഇത് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ പതിയുന്ന, ആ കാലത്ത് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെയാണ് ഈ കവിത വരുന്നത്. അത് ഒറ്റ വായനയിൽ പതിഞ്ഞു പോകുന്നു, ഒറ്റ വായനയിൽ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പതിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഒരു ആർദ്രതയും എന്നാൽ ഒരു ആധുനികതയും അതിൻ്റെ ഉള്ളിൽ സമ്മേളിച്ചിരുന്നു. അതിനുശേഷം കുരീപ്പുഴ ഒരുപാട് കവിതകൾ, ജെസ്സി എന്ന് പറയുന്ന കവിത, ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ക്യാമ്പസുകളിൽ കൂടെ ഒഴുകിപ്പരുന്ന ഒരു കവിതയാണ്. ജെസ്സി നിനക്ക് എന്ത് തോന്നി എന്ന് തുടങ്ങുന്ന കവിത നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെയും ഒരുപാട് കവിതകൾ, കീഴാളം പോലുള്ള കവിതകൾ, അമ്മ മലയാളം പോലുള്ള കവിതകളൊക്കെ കേരളത്തിലുടനീളം അലയടിച്ച കവിതകളാണ്. അപ്പോൾ ഇങ്ങനെ കവി എന്നുള്ള നിലയ്ക്ക് വലിയ തരത്തിൽ കേരളത്തിൽ മുഴുവൻ അറിയപ്പെടുന്ന, കേരളത്തിൻ്റെ കവിതാ പാരമ്പര്യത്തെ മുന്നോട്ട് കൊണ്ടുപോയ ഒരാളാണ് കുരീപ്പുഴ ശ്രീകുമാർ എന്ന് പറയുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കുമില്ല. പക്ഷെ അതേസമയം ഈ അവാർഡ്, നമ്മൾ തോമസ് മാഷിൻ്റെ പേരിലുള്ള അവാർഡ് കൊടുക്കുന്നത് സാമൂഹ്യ പ്രവർത്തനത്തിനാണ്.
അപ്പോൾ ആ തരത്തിൽ എന്താണ് കുരീപ്പുഴ ശ്രീകുമാറിൻ്റെ പ്രസക്തി എന്നൊന്ന് നമുക്ക് ആലോചിച്ച് നോക്കിയതിന് ശേഷം അവാർഡ് സമർപ്പണത്തിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. കേരളത്തിലെ കവിതാ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ കവികൾക്കും എഴുത്തുകാർക്കുമൊക്കെ ഒരു പ്രത്യേകത, മറ്റ് സ്ഥലങ്ങളിലെ കവികളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പ്രത്യേകത ഉള്ളതായി കാണാൻ കഴിയും. അതിൽ ഇപ്പം ഉദാഹരണമായിട്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കവി അല്ലെങ്കിൽ മഹാകവി എന്ന് വിളിക്കാവുന്ന കുമാരനാശാനെ നോക്കിക്കഴിഞ്ഞാൽ ഗംഭീരനായിട്ടുള്ള കവി എന്ന പോലെ തന്നെ ഗംഭീരനായിട്ടുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകൻ കൂടിയായിരുന്നു കുമാരനാശാൻ. SNDPയുടെ സെക്രട്ടറി ആയിരുന്നു. SNDP ഇന്നത്തെ പേര് പോലെയല്ല, കേരളത്തിലെ ആദ്യത്തെ സംഘടനയാണെന്ന് ഓർമ്മ വേണം. കേരളത്തിൽ അന്ന് വരെ സംഘടന എന്ന് പറയുന്ന ആശയം വല്ല ക്ലബ്ബുകളും അത്തരത്തിലുള്ള ചെറിയ തരത്തിലുള്ള കൂട്ടായ്മകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കീഴാള സംഘടന എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു സംഗതിയായിരുന്നു SNDP എന്ന് ഓർമ്മ വേണം. അത് 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ അതിനെ നയിച്ചു കൊണ്ടുപോയത്, വർഷങ്ങളോളം അതിൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചത് കുമാരനാശാനായിരുന്നു എന്ന് ഓർമ്മ വേണം. ആ അർത്ഥത്തിൽ പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് ആദ്യം തുടങ്ങി വെച്ച കേരളത്തിൽ ഒരു പക്ഷേ കുമാരനാശാനുള്ള പങ്ക് ചെറുതല്ല. എൻ്റെ സുഹൃത്ത് EP രാജഗോപാൽ മാഷ് പറയുണ്ടായി, അക്കാലത്ത് വീട്ടിലല്ലാതെ കിടന്നുറങ്ങിയിട്ടുള്ള, മിക്കവാറും ദിവസങ്ങളിൽ കിടന്നുറങ്ങിയിട്ടുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ പൊതുപ്രവർത്തനത്തിൻ്റെ ഒരു ശൈലി അങ്ങനെയാണല്ലോ അന്ന്. എന്ന് പറഞ്ഞാൽ കേരളം മുഴുവൻ സഞ്ചരിക്കണം. ഇന്നത്തെ പോലെ വാഹന സൗകര്യമോ മറ്റു സൗകര്യങ്ങളോ ഇല്ല. അപ്പോൾ ഒരു സ്ഥലത്ത് ഇന്നടുത്തുനിന്ന് പോകുന്ന സ്ഥലം പോലും അന്ന് ദൂരെയായിരുന്നു. അപ്പോൾ ഒരു സ്ഥലത്ത് പോയാൽ തിരിച്ചെത്താൻ പറ്റില്ല, അവിടെ താമസിക്കണം. അത് പല വീടുകളിലായിരിക്കാം, അല്ലെങ്കിൽ ചെറിയ സൗകര്യങ്ങളില്ലാത്ത സ്ഥലത്താവാം. അങ്ങനെ പൊതുസ്ഥലങ്ങളിൽ കിടന്നുറങ്ങിയ ഒരാൾ, കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ഒരാൾ എന്ന് പറയുന്നത് കുമാരനാശാൻ ആയിരിക്കണം. അതുപോലെ തന്നെ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു. ആ പ്രജാസഭയ്ക്ക് വലിയ തരത്തിലുള്ള അധികാരങ്ങളൊന്നുമില്ലെങ്കിലും അവിടെ ജനശബ്ദം കേൾപ്പിക്കാൻ, സാധാരണ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ കേൾപ്പിക്കാൻ അതിരറ്റ് ശ്രമിച്ചിരുന്ന ഒരാളായിരുന്നു കുമാരനാശാൻ നമുക്കറിയാം. അങ്ങനെ നോക്കിയാൽ കേരളത്തിൽ ഈ സാമൂഹ്യ പ്രവർത്തനവും സാംസ്കാരിക പ്രവർത്തനവും ഒക്കെ തന്നെ വെള്ളം കയറാത്ത അറകളിലായിട്ടല്ല വെച്ചിരുന്നത്. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ 70കളിൽ സച്ചിദാനന്ദൻ മാഷോ അല്ലെങ്കിൽ A. ശങ്കരപ്പിള്ള മാഷോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ നോക്കിക്കഴിഞ്ഞാലും അവരൊക്കെ തന്നെ ഓരോ ഘട്ടങ്ങളിലും സാമൂഹ്യ പ്രവർത്തനം എന്ന് വിളിക്കാവുന്ന, സാംസ്കാരിക പ്രവർത്തനം എന്ന് വിളിക്കാവുന്ന അത്തരം പ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് മുഴുകിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഇടപെടുമ്പോൾ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ വിഗതികളെ നിർണ്ണയിക്കുന്ന വിധം അഭിപ്രായം പറയാനും അല്ലെങ്കിൽ അതിൻ്റെ പൊതുബോധത്തിൽ ഇടപെടാനും നിരന്തരമായി കേരളത്തിലെ എഴുത്തുകാർ ശ്രമിച്ചിട്ടുണ്ട്. ആ കണ്ണിയിലെ അറ്റത്ത് നിൽക്കുന്ന ഒരാളാണ് കുരീപ്പുഴ ശ്രീകുമാർ എന്ന് പറയുന്ന ഇന്ന് ഈ പുരസ്കാരം ഏറ്റുവാങ്ങുന്ന മനുഷ്യൻ. നമുക്കറിയാം, ഇവിടെ സംസാരിക്കുകയുണ്ടായി, തോമസ് മാഷിൻ്റെ ജീവിതത്തിലെ പല അധ്യായങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് അദ്ദേഹം യുക്തിചിന്തയ്ക്ക് അല്ലെങ്കിൽ യുക്തിചിന്തയെ കേരളത്തിൽ സാമൂഹ്യ പ്രവർത്തനമായിട്ട് കൂട്ടി ഇണക്കി എന്നുള്ളതാണ്. ഇപ്പോൾ യുക്തിവാദം എന്ന് പറയുന്നത് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഉടലെടുത്ത ഒന്നല്ല, പലപ്പോഴും പുറത്ത് ഒക്കെ ഉടലെടുത്ത ഒന്നാണ്. അത് സവിശേഷമായ രീതിയിൽ ഇവിടെ എത്തിച്ചേരുന്നു. ഇവിടെ എത്തിച്ചേരുമ്പോൾ അത് വ്യക്തിഗതമല്ലാത്തൊരു കാര്യമായിട്ട് തീരുന്നു. എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവമുണ്ടെന്ന് വിശ്വസിക്കാതിരിക്കുക എന്നൊക്കെ പറയുന്നത് പലപ്പോഴും വ്യക്തിപരമായ കാര്യമായിട്ടാണ് പലരും അതിനെ വീക്ഷിക്കുന്നത്. ഒരർത്ഥത്തിൽ വ്യക്തികൾക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക് പ്രാധാന്യമുള്ള ഒരു സമൂഹത്തിൽ ആ തരത്തിൽ ഇപ്പം യൂറോപ്പിലോ അല്ലെങ്കിൽ അമേരിക്ക പോലെയുള്ള സ്ഥലത്തോ അങ്ങനെ ഒരു ചിന്താഗതിക്ക് പ്രസക്തിയുണ്ട്. പക്ഷെ കേരളം പോലെയുള്ള ഒരു സ്ഥലത്ത് വരുമ്പോൾ തീർച്ചയായിട്ടും യുക്തിചിന്ത എന്ന് പറയുന്നത് ഒരു വ്യക്തിഗത പ്രശ്നമല്ല, മറിച്ച് അതൊരു സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ കൂടി മേലങ്കി അണിഞ്ഞിട്ടാണ് അത് പ്രവർത്തിച്ചതെന്ന് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ യുക്തിചിന്ത എൻ്റെ വിശ്വാസം, ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം മാത്രമല്ല, അത് സമൂഹത്തെ കുറച്ചുകൂടി മുന്നോട്ട് നടത്തുന്ന കാര്യമാണ് എന്ന് വിശ്വസിച്ച് പ്രവർത്തിച്ച ധാരാളം ആളുകൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. അത് കേരളത്തിൻ്റെ പൊതുബോധത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടും ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ യുക്തിചിന്തയെയും
അതുവഴി ഉണ്ടാവുന്ന മതേതരത്വത്തെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കുരീപ്പുഴ ശ്രീകുമാർ വഹിച്ചിട്ടുള്ള പങ്കെന്ന് പറഞ്ഞാൽ ചെറുതല്ല. കേരളത്തിലുടനീളം അദ്ദേഹം കവിത ചൊല്ലി നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴും അദ്ദേഹം പരമാവധി എത്താവുന്ന സ്ഥലങ്ങളിലൊക്കെ എത്തുന്നുണ്ട്. ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ കവിതയുടേതായിട്ടുള്ള ഒരു സൗന്ദര്യാത്മക അന്തരീക്ഷം സൃഷ്ടിക്കുക മാത്രമല്ല അദ്ദേഹം ചെയ്തിട്ടുള്ളത്, മറിച്ച് ഇത്തരത്തിൽ നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള മൂല്യങ്ങളെ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് അതിനെന്തെങ്കിലും കേട് പറ്റിയിട്ടുണ്ടോ, കേട് പറ്റിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണത് പരിഹരിക്കേണ്ടത് എന്ന മട്ടിലുള്ള വലിയ തരത്തിലുള്ള യഥാർത്ഥമായിട്ടുള്ള അനുഭവസ്ഥലിയിലേക്ക് നമ്മളെ തള്ളിയിട്ടുകൊണ്ടാണ് അദ്ദേഹം മടങ്ങിപ്പോവുക. എന്ന് പറഞ്ഞാൽ ഓരോ സമ്മേളനവും കുരീപ്പുഴ ശ്രീകുമാർ പങ്കെടുത്ത ഓരോ സമ്മേളനവും എനിക്ക് വളരെ സത്യസന്ധമായി തന്നെ പറയാൻ പറ്റും, അതൊരു സാംസ്കാരിക ആലോചനയുടെ സ്ഥലമായിട്ട് അദ്ദേഹം മാറ്റിയിട്ടുണ്ട്. പല തരത്തിൽ കവിത ചൊല്ലിയിട്ടാവാം, സംസാരിച്ചിട്ടാവാം, അല്ലെങ്കിൽ എന്താണ് നമുക്ക് നവോത്ഥാനവും നമ്മുടെ രാഷ്ട്രീയ മുന്നേറ്റങ്ങളും തന്നിട്ടുള്ള ഊർജവും മൂല്യങ്ങളും എങ്ങനെയാണ് പതുക്കെ പതുക്കെ ചോർന്നു പോകുന്നതെന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടാവാം, നമ്മുടെ യാഥാർത്ഥ്യത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്ന ഇരുട്ടിനെ തൊട്ട് കാണിച്ച് അനുഭവിപ്പിച്ചിട്ട് ആവാം. ആ തരത്തിൽ നോക്കുമ്പോൾ നമ്മുടെ പൊതുബോധത്തെ നിർണ്ണയിക്കുന്നതിൽ അല്ലെങ്കിൽ അതിനുള്ളിലെ മൂല്യങ്ങളെ നിലനിർത്തുന്നതിൽ തൻ്റേതായിട്ടുള്ള പങ്ക് വലിയ രീതിയിൽ കുരീപ്പുഴ ശ്രീകുമാർ വഹിച്ചിട്ടുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത് ഇദ്ദേഹത്തെ പോലുള്ള ഒരാൾ നമ്മുടെ നാട്ടിലല്ല, കേരളത്തിലല്ല, വേറെ സ്ഥലത്തായിരുന്നെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുകൂടി ആലോചിച്ചാലേ ആ പ്രവർത്തനത്തിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ 2013 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പൂനെയിൽ വെച്ചിട്ട് നരേന്ദ്ര ഡബോൽക്കർ വെടിയേറ്റ് മരിക്കുന്നു. എന്ന് പറഞ്ഞാൽ രാവിലെ നടക്കാൻ പോയ ഡബോൽക്കറുടെ നേരെ മോട്ടോർ സൈക്കിളിൽ വന്ന 2 പേര് വെടിവെച്ച് കൊന്ന് പോയി. എന്തിനാണ് ഡബോൽക്കറെ കൊന്നത്? ഡബോൽക്കറെ കൊന്നത് നമ്മൾ ആലോചിക്കുമ്പോൾ ഇതേപോലത്തെ പ്രവർത്തനം നടത്തിയതാണ്. ഡബോൽക്കർ മഹാരാഷ്ട്രയിൽ ഉടനീളം നടന്നിട്ട് ആൾദൈവങ്ങളെ തുറന്നു കാട്ടി ഈ പറയുന്ന തരത്തിൽ ദൈവത്തിൻ്റെ പേരിൽ നടക്കുന്ന അല്ലെങ്കിൽ ആ പേരിൽ നടത്തുന്ന അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും നിരന്തരം തുറന്നു കാട്ടി അത് തുറന്നു കാട്ടാനായി മഹാരാഷ്ട്ര അന്ധശ്രദ്ധ നിർമൂലന സമിതി എന്ന് പറയുന്ന ഒരു സമിതി രൂപീകരിച്ചു. ആ സമിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ട എന്ന് പറഞ്ഞാൽ ഈ ആൾദൈവങ്ങളെ തുറന്നു കാട്ടുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഹിന്ദുത്വ ശക്തികൾ മുഴുവൻ അദ്ദേഹത്തിന് എതിരാവുന്നു. സനാതൻ സംസ്ഥ പോലുള്ള ഒരു സംഘടന നിരന്തരം അദ്ദേഹത്തിനെ ആക്രമിക്കുന്നു. അദ്ദേഹം മാറി നിൽക്കുന്നില്ല, അദ്ദേഹം തൻ്റെ പ്രവർത്തനം തുടർന്ന് കൊണ്ടുപോകുന്നു. അവസാനം മഹാരാഷ്ട്ര അസംബ്ലിയിൽ അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബില്ല് അത് അവതരിപ്പിക്കുന്ന ഘട്ടം വരെ ഇദ്ദേഹത്തിൻ്റെ നിരന്തര പരിശ്രമത്താൽ എത്തപ്പെടുന്നു. ഈ ബില്ല് തയ്യാറാക്കുന്ന ഡബോൽക്കറാണ്. ഈ അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള ബില്ല് തയ്യാറാക്കുന്നത്. സ്വാഭാവികമായി ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നാൽ അത് ഇന്നത്തെ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് മതാധിഷ്ഠിത കക്ഷികൾ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം പ്രദേശവും ഭരിക്കുന്ന കാലത്ത് സ്വാഭാവികമായിട്ട് അവർക്ക് ശത്രുതയുള്ള ഒരാളായി തീരും താൻ എന്നറിഞ്ഞുകൊണ്ടാണ് ഇതിനെ ഒരുമ്പെടുന്നത്. അവർ എതിർക്കുന്നു. അപ്പോൾ നരേന്ദ്ര ഡബോൽക്കർ വളരെ വിശദമായിട്ട് വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ബില്ല് യഥാർത്ഥത്തിൽ വിശ്വാസത്തിനെതിരല്ല. ഞാൻ യുക്തിവാദിയാണ്, വ്യക്തിപരമായിട്ട് ഞാൻ യുക്തിവാദിയാണ്. പക്ഷേ ഇത് മതത്തിനെതിരല്ല, മതതത്വങ്ങൾക്കെതിരല്ല, മതമൂല്യങ്ങൾക്കൊന്നും എതിരല്ല. ഇത് അന്ധവിശ്വാസത്തിനും അനാചാരത്തിനും എതിരാണ്. ഇപ്പം നമുക്കറിയാം, ശ്രീനാരായണ ഗുരു യുക്തിവാദി എന്നൊന്നും വിളിക്കാൻ പറ്റുന്ന ഒരാളായിരുന്നില്ല. പക്ഷേ ശ്രീനാരായണ ഗുരു ചെയ്ത പ്രവർത്തനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പകുതി മുക്കാലും അല്ലെങ്കിൽ വേറൊരു തരത്തിൽ ജനകീയമായ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് മുഴുവൻ ഈ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെയുള്ള പ്രവർത്തനമായിരുന്നു. ഈ മതനവീകരണ പ്രസ്ഥാനങ്ങൾ ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും ഇന്ത്യയിൽ പുത്തൻ ഉണർവിന് വഴിതെളിയിച്ച മതനവീകരണ പ്രസ്ഥാനങ്ങൾ മുഴുവൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ തന്നെ മതത്തിൽ വിശ്വസിച്ചിരുന്നവരായിരുന്നു. പക്ഷെ മതം നവീകരിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ചവരായിരുന്നു. മതം നവീകരിക്കപ്പെടണമെങ്കിൽ ഈ മതത്തിനെ കെട്ടി നിർത്തുന്ന, അതിനെ ഈ ചെളിയും അഴുക്കും നിറഞ്ഞ പ്രദേശമാക്കി മാറ്റുന്ന ഈ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും എടുത്തു കളയണമെന്ന് ആവശ്യപ്പെട്ടവരാണ് എല്ലാവരും. വിവേകാനന്ദനായിക്കൊള്ളട്ടെ,
അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണ പരമഹംസൻ വരെ ഈ അന്ധവിശ്വാസത്തിനും അനാചാരത്തിനും എതിരെ അതിനു വേണ്ടി നിലകൊണ്ടവരാണ്. അപ്പം അത്തരം ഒരു മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് പോലും അന്ധവിശ്വാസം മൂലമുള്ള, അനാചാരം മൂലമുള്ള ഇരുട്ട്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ സമൂഹത്തിനെ പ്രാപ്തമാക്കുന്ന തരത്തിലുള്ള ഒരു ബില്ലാണ് ഡബോൽക്കർ മഹാരാഷ്ട്ര അസംബ്ലിയിൽ അവതരിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ കരട് തയ്യാറാക്കി കൊടുത്തത്. അപ്പോൾ ആഞ്ഞടിക്കുകയാണ് ഹിന്ദുത്വ ശക്തികൾ, പ്രത്യേകിച്ച് സനാതൻ സംസ്ഥ എന്ന് പറയുന്ന സംഘടന, ഹിന്ദു തീവ്രവാദ സംഘടന അദ്ദേഹത്തിനെതിരെ ആഞ്ഞടിച്ചു. അദ്ദേഹം അതിനെ നിരന്തരമായി ആക്രമിച്ചിട്ട് കൊണ്ടുള്ള ലഘുലേഖകൾ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തിന് US-ലുള്ള മഹാരാഷ്ട്ര ആഗോള സംഘടന അദ്ദേഹത്തിനൊരു അവാർഡ് കൊടുത്തപ്പോൾ അവർ ഈ സംഘടനയുടെ പ്രസിഡന്റിനും അന്നത്തെ ഈ അവാർഡ് ജൂറി ചെയർമാൻ്റെയും അഡ്രസ്സും ഇമെയിൽ ID-യും കൊടുത്തുകൊണ്ട് ഈ അവാർഡ് കൊടുക്കരുത്, ഡബോൽക്കർക്ക് നൽകരുത് എന്നത് മറ്റുള്ള വലിയ പ്രചരണം നടത്തി. ഇതിൻ്റെയൊക്കെ അവസാനമാണ് ഇതിനൊക്കെ വകവയ്ക്കാതെ മുന്നോട്ട് പോയപ്പോൾ ഡബോൽക്കറുടെ മുന്നിൽ, ഒരുപക്ഷെ ഗാന്ധിക്ക് മുന്നിൽ ഗോഡ്സെ എന്ന പോലെ 3 വെടിയുണ്ടകൾ, ഒന്ന് നെറ്റി പിളർന്ന്, ഒന്ന് അദ്ദേഹത്തിൻ്റെ ഹൃദയം പിളർത്തി, ഒന്ന് അദ്ദേഹത്തിൻ്റെ വയറ് പിളർത്തി. അങ്ങനെയാണ് ഡബോൽക്കർ മരിക്കുന്നത്. ഈ ഡബോൽക്കർ മരിച്ച ദിവസം ഡബോൽക്കറുടെ ശവശരീരം കാണാൻ വേണ്ടി, ഡബോൽക്കർക്ക് 67 വയസ്സാണ് അന്ന് ഉണ്ടായിരുന്നത്, 67 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഇദ്ദേഹത്തിൻ്റെ ശവശരീരം കാണാൻ വേണ്ടി കോലാപ്പൂരിൽ നിന്ന് ഒരു 81 വയസ്സായ വൃദ്ധനെത്തി. കാരണം ഡബോൽക്കർക്കൊപ്പം നിന്ന് പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് വാർദ്ധക്യ ദശയിലായിരുന്നു, അനാരോഗ്യമായിരുന്നു. അതൊന്നും വകവയ്ക്കാതെ അദ്ദേഹം കോലാപ്പൂരിൽ നിന്ന് ഡബോൽക്കറുടെ ശവശരീരം കാണാനെത്തി. അയാളുടെ പേര് ഗോവിന്ദ് പൻസാരെ എന്നായിരുന്നു. അടുത്ത വെടിയുണ്ട അദ്ദേഹത്തിനെയായിരുന്നു കാത്തിരുന്നത്. ഗോവിന്ദ് പൻസാരെ, സഖാവ് ഗോവിന്ദ് പൻസാരെ CPI-യുടെ പ്രവർത്തകനായിരുന്നു. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തനം പോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനത്തിൽ മുഴുകിയ ഒരാളായിരുന്നു. നിങ്ങൾക്കറിയാം അദ്ദേഹത്തിൻ്റെ ശിവജി, ആരാണ് ശിവജി എന്ന് പറയുന്ന ഒരു ചെറിയ പുസ്തകം 2 ലക്ഷം കോപ്പിയാണ് മഹാരാഷ്ട്രയിൽ ചെലവായത്. ഈ 2 ലക്ഷം കോപ്പി ചെലവായപ്പോൾ വിരളി പിടിച്ചത് ഹിന്ദുത്വ രാഷ്ട്രീയക്കാരായിരുന്നു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചരിത്രത്തിൽ നിന്നെടുത്ത ഏറ്റവും വലിയ ഹിന്ദു ബിംബമായിരുന്നു ശിവജിയുടേത്. ഹിന്ദു രാജാവാണ് ശിവജി, അവസാനത്തെ ഹിന്ദു സാമ്രാജ്യം ഭരിച്ചിരുന്ന ശിവജിയാണ് എന്ന മിത്ത് തിലകൻ്റെ കാലം മുതൽ ഈ ബ്രാഹ്മണിസം പ്രചരിപ്പിച്ചു വരുന്നുണ്ട്. ശിവജി ബ്രാഹ്മണനല്ലായിരുന്നു. ശിവജി മറാത്ത എന്ന് പറയുന്ന ഒരു വാരിയർ കാസ്റ്റിൽപ്പെടുന്ന ഒരാളായിരുന്നെങ്കിൽ പോലും മറാത്ത സാമ്രാജ്യം പിൽക്കാലത്ത് ബ്രാഹ്മണരിൽ എത്തിച്ചേർന്നതുകൊണ്ട് ഇവരെല്ലാവരും കൂടി ശിവജിയെ ഒരു വലിയ ഹിന്ദു ബിംബമാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. ശിവജി ഉത്സവമൊക്കെ തുടങ്ങി വെച്ചോട് കൂടിയിട്ട് മഹാരാഷ്ട്രയിലെ ഒരു ഹിന്ദുക്കളെ യോജിപ്പിക്കാനുള്ള ഒരു ചരിത്ര ബിംബമായിട്ട് ശിവജി മാറിയിരുന്നു. ഇതിനെതിരെയാണ് ഈ പുസ്തകം വരുന്നത്. ഈ പുസ്തകം വളരെ വ്യക്തമായി ചൂണ്ടിക്കാട്ടി, അത് മാർക്സിസ്റ്റ് രീതിയിൽ എഴുതിയ പുസ്തകമാണ്. എങ്ങനെയാണ് ചെറുകിട കൃഷിക്കാരും അതുപോലെ തന്നെ ജാതിയിൽ താഴ്ന്നവരും സ്ത്രീകളുമൊക്കെ ശിവജിയെ, സാധാരണക്കാരനായ ശിവജിയെ, റോയൽ ബ്ലഡ് ഇല്ലാത്ത ഒരാളെ എങ്ങനെയാണ് ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ അധികാരിയാക്കി മാറ്റിയത് എന്നത് ഒരു ചെറിയ, അധികം പേജൊന്നുമില്ലാത്ത പുസ്തകമാണ്. മലയാളത്തിൽ തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുള്ള പുസ്തകമാണ്. ആരാണ് ശിവജി എന്ന് പറയുന്നത്? ഈ പുസ്തകം അവരെ വല്ലാതെ വിരളി പിടിപ്പിച്ചു. ഈ 2 ലക്ഷം കോപ്പി ചെലവായതോടെ ഗോവിന്ദ് പൻസാരെ വീണ്ടും ഇവരുടെ അടുത്ത ടാർഗറ്റായി. ഈ നരേന്ദ്ര ഡബോൽക്കറെ കൊന്ന് ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോൾ പൻസാരെയും കൊന്നു. ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ MM കൽബുർഗിയെ കൊന്നു. MM കൽബുർഗി ഇത് തന്നെയാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ ലിംഗായത്തുകൾ ഹിന്ദുമതത്തിൻ്റെ ഭാഗമല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചു. അത് വചനകവികൾ ഉണ്ടാക്കിയ ഒരു സമുദായമാണ് യഥാർത്ഥത്തിൽ ലിംഗായത്ത് സമുദായം എന്ന് പറയുന്നത്. ബസവണ്ണ എന്ന് പറയുന്ന കവിയാണ് അവരുടെ ആചാര്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ബസവണ്ണ ഹിന്ദു മതത്തിൻ്റെ ജാതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത ആളാണ്, അതിൻ്റെ വിഗ്രഹാരാധനയെ ചോദ്യം ചെയ്ത ആളാണ്. അങ്ങനെ ഒരാൾ ഉണ്ടാക്കിയ ഒരു സമുദായം, ഒരു ചിന്തയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു സമുദായം, ഒരു പക്ഷേ സംഘടനാ രൂപമാണ് സമുദായം ആയി തീരുന്നത്.
ഈ സമുദായം പോകെ ഹിന്ദുത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി 2014 യെഡിയൂരപ്പ കർണാടകത്തിലെ മുഖ്യമന്ത്രിയാകുമ്പോൾ, ആദ്യത്തെ BJP മുഖ്യമന്ത്രിയാകുമ്പോൾ ഈ ലിംഗായത്ത് സമുദായത്തിൽ അംഗം എന്നുള്ള നിലയ്ക്ക് ലിംഗായത്ത് സമുദായമാണ് ഏറ്റവും പ്രധാനമായിട്ട് യെദിയൂരപ്പയെ പിന്തുണയ്ക്കുന്നത്. ആ അർത്ഥത്തിൽ ഈ ജാതിവിരുദ്ധ പ്രസ്ഥാനമായിട്ട് ഉടലെടുത്ത് അല്ലെങ്കിൽ ഹിന്ദു തത്വങ്ങളെ തന്നെ നേരിടുന്ന, ബ്രാഹ്മണിക് തത്വങ്ങളെ തന്നെ നേരിടുന്ന ഒരു സമുദായമായി ഉടലെടുത്ത ഒരു സംഘടനയായി ഉടലെടുത്തത് പോകെ ഹിന്ദുത്വത്തിൻ്റെ ഭാഗമായിട്ട് തീരുകയും ഹിന്ദുത്വത്തിന് ഏറ്റവും വലിയ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമുദായമായി ചേർന്നപ്പോൾ കൽബുർഗി പറഞ്ഞു, ഇതല്ല ഈ സമുദായത്തിൻ്റെ കഥ. ഈ സമുദായത്തിൻ്റെ കഥ വേറെയാണ്. ബസവണ്ണയെ ഉദ്ധരിച്ചിട്ട്, അതുപോലെ തന്നെ ചെന്നബസവ പോലെയുള്ള കവികളെയൊക്കെ ഉദ്ധരിച്ചിട്ട് ലിംഗായത്തുകൾ ഹിന്ദുക്കളെ അല്ല എന്ന് പറയുന്ന വാദം മുന്നോട്ട് വെച്ചതിൻ്റെ പേരിലാണ് വൈസ് ചാൻസലർ കൂടിയായിരുന്ന, മുമ്പത്തെ വൈസ് ചാൻസലർ കൂടിയായിരുന്ന അദ്ദേഹത്തെ വീട്ടിൽ കയറി സംശയം ചോദിക്കാൻ വന്ന കുട്ടികളുടെ രൂപത്തിൽ വന്നിട്ട് വെടിവെച്ച് കൊന്നതെന്ന് ഓർക്കണം. ഗൗരി ലങ്കേഷും കൊല്ലപ്പെട്ടു അവിടെ തന്നെ. എങ്ങനെ ഗൗരി ലങ്കേഷ് കൊന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്തിന് എന്ന് പറയുന്ന കാര്യം പതുക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് മാഞ്ഞു പോകും. ഇവരുടെ പേരൊക്കെ ആൾക്കാർ ഓർമ്മ വയ്ക്കും, വല്ല പരീക്ഷയ്ക്ക് എഴുതാനോ വല്ല എന്തെങ്കിലും തരത്തിൽ ടെസ്റ്റിൽ മാർക്ക് കിട്ടാനോ ഒക്കെയുള്ള പേരുകളായി. എന്തിനാണ് ഗൗരി ലങ്കേഷ് കൊല്ലപ്പെട്ടത്? ഗൗരി ലങ്കേഷ് കൊല്ലപ്പെട്ടത് നമ്മുടെ ശബരിമലയോടൊക്കെ സമീകരിക്കാവുന്ന ബാബ ബുദേൻഗിരി എന്ന് പറയുന്ന കർണാടകത്തിലെ ഒരു തീർത്ഥാടന കേന്ദ്രം. ഒരുപോലെ ഹിന്ദുക്കളും ഒരുപോലെ മുസ്ലിങ്ങളും അവിടേക്ക് പോവാറുണ്ട്. അത്തരത്തിൽ മതമൈത്രിയുടേതായിട്ടുള്ള ഒരു കേന്ദ്രത്തിന് ഹിന്ദുക്കൾ പിടിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ അത് മുന്നിൽ നിർത്തിയിട്ട് വലിയ തരത്തിലുള്ള ധ്രുവീകരണം സമുദായത്തിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു പെൺശബ്ദം അവിടെ വലിയ തരത്തിലുള്ള വിഘാതമായി, ഇവർക്ക് വിഘാതമായി. അവർ ഗൗരി ലങ്കേഷ് പത്രിക, തൻ്റെ അച്ഛൻ നടത്തിയിരുന്ന ലങ്കേഷ് പത്രികയുടേതുപോലെ തന്നെ ലങ്കേഷ് പത്രികയിൽ ഒരു പരസ്യം പോലും മേടിച്ചിരുന്നില്ല. ഇത് ഗൗരിയുടെ അച്ഛൻ ലങ്കേഷ് പത്രിക നടത്തുമ്പോൾ ഒറ്റ പരസ്യം പോലും ഇല്ലാതെ സബ്സ്ക്രിപ്ഷൻ്റെ പുറത്ത് നിന്നിരുന്ന ഒരു പത്രികയായിരുന്നു ലങ്കേഷ് പത്രിക. അച്ഛൻ മരിച്ചു പോയപ്പോൾ പിൽക്കാലത്ത് പുറത്ത് US-ലും അവിടെയൊക്കെ സ്കോളർഷിപ്പും ഫെലോഷിപ്പൊക്കെ കഴിഞ്ഞിരുന്ന സ്ത്രീ തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നിട്ട് ഈ അച്ഛൻ കൊണ്ടു നടന്നിരുന്ന ആ ദീപശിഖ ഏറ്റെടുക്കുകയാണ്. ഗൗരി ലങ്കേഷ് പത്രിക എന്ന് പറയുന്ന പത്രിക ഈ ബാബൻ ബുഡൻഗിരി കീഴടക്കുന്നതിനെതിരെ വലിയ നിലപാടെടുക്കാൻ വലിയ തരത്തിൽ അതിനെ പ്രതിരോധിക്കുകയും ചെയ്തു. അതിൻ്റെ പേരിലാണ് ഗൗരി ലങ്കേഷ് മരിച്ചത്. ഞാൻ പറയുന്നത് കേരളത്തിലായതുകൊണ്ട് കുരിയപ്പുഴ ശ്രീകുമാർ ഈ കാര്യങ്ങൾ പറയുമ്പോൾ അത് എത്രമാത്രം അപകടകരമാണ് ഈ കാലത്തെന്ന് ആരും മനസ്സിലാക്കില്ല. ഇവിടെ പോലും കുരിയപ്പുഴയ്ക്ക് നേരെ ഭീഷണി ഉയർന്നു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഒരു ഘട്ടത്തിൽ പോലീസ് സംരക്ഷണത്തിലായിരുന്നു അദ്ദേഹം എന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ കൃത്യതകൾ കുരിപ്പുഴ തന്നെ പറയും. എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുഴുവൻ ഈ തരത്തിൽ നമ്മളുടെയൊക്കെ സ്വതന്ത്ര ചിന്തയെ, നമ്മളുടെയൊക്കെ തലച്ചോറിനെ പ്രവർത്തിപ്പിക്കാതിരിക്കാനുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഇരുട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ ഇവിടെ നമുക്ക് നക്ഷത്രങ്ങളുണ്ട്, അവിടെ ഇവിടെ വെളിച്ചങ്ങളുണ്ട്. പക്ഷേ ആ വെളിച്ചങ്ങളും നക്ഷത്രങ്ങളൊക്കെ ചെതറിക്കെടുക്കുകയാണ്. ഇതാണ് വാസ്തവം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ സാംസ്കാരികമായിട്ടുള്ള യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കൊലപാതകങ്ങൾ കൊണ്ട് അവരെന്ത് നേടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിന്തിക്കുന്ന ഓരോരുത്തരുടെയും ഉള്ളിൽ ഭീതിയുടെ ഒരു യന്ത്രം കൊണ്ടുവച്ചു. എന്തെങ്കിലും എഴുതാൻ പേന എടുക്കുമ്പോൾ ഇത് വേണോ, എന്തിനാണ് ഇത്തരത്തിൽ വെറുതെ ഒരു നരകത്തിലേക്ക് നമ്മൾ പോകുന്നതെന്നുള്ള തോന്നൽ പുറമേ ഒന്നും കാണുന്നില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട്. സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്ന ഒരു ആശയം പതുക്കെ അടിയറ വെക്കപ്പെടുന്നുണ്ട്. ആ അർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യൻ സമൂഹം എന്ന് പറയുന്നത് മരവിക്കുകയും ചെയ്യുന്നുണ്ട്, പതുക്കെ മരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയെ വീണ്ടെടുക്കുക എന്ന് പറയുന്നത് ഹിന്ദുത്വത്തെ രാഷ്ട്രീയമായി പരാജയപ്പെടുത്തുക മാത്രമല്ല, മനുഷ്യരുടെ സ്വാതന്ത്ര്യം വീണ്ടെടുക്കുക എന്നുള്ളതാണ്. സമത്വത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി നമ്മുടെ ഉള്ളിൽ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. ഉള്ളിൽ സ്വതന്ത്രനായ ഒരാൾക്ക് മാത്രമേ പുറത്തെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു റൈറ്റർക്ക്, ഒരു എഴുത്തുകാരന് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഉള്ളിലെ സ്വാതന്ത്ര്യമാണ്. അല്ലാതെ ഉള്ളിൽ സ്വാതന്ത്ര്യമില്ലാത്ത ഒരാൾ
എന്തെങ്കിലും തരത്തിൽ എഴുതാനിരുന്നാൽ എഴുതണ്ടെന്ന് വിചാരിക്കുള്ളൂ. കാരണം അത് എഴുതാൻ പറ്റില്ല, ഇത് എഴുതാൻ പറ്റില്ല. നമ്മുടെ മുന്നിൽ 100,000 ഉദാഹരണങ്ങളാണ്. ഒരു മുസ്ലിം പേരുള്ള ഒരാൾക്ക് രാമായണം എന്ന് എഴുതാൻ പറ്റില്ല. കേരളത്തിൽ നടന്ന കാര്യമാണ്, പുറത്ത് നടന്ന കാര്യമല്ല. അല്ലെ, എം ബഷീർ രാമായണത്തെക്കുറിച്ച് എഴുതിയതിൻ്റെ പേരിൽ എന്തൊരു പുകിലാണ് ഉണ്ടായിരുന്നത്. വർഷങ്ങളായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഈ രാമായണവും ഭാരതവും ഒക്കെ മാറി മാറി പഠിപ്പിച്ചിരുന്ന ഒരാളെ ആണ് ആ തരത്തിൽ അവഹേളിക്കപ്പെട്ടതെന്ന് ഓർമ്മ വേണം. അപ്പം അങ്ങനെയുള്ളൊരു കാലത്താണ് ഒരു പക്ഷേ കേരളത്തിലുടനീളം എന്താണ് നമ്മൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടത്, എന്താണ് നമ്മൾ എടുത്തു വെക്കേണ്ടത്, എന്താണ് ഭാവിയിലേക്ക് നമ്മൾ കൊടുക്കേണ്ടത്, അടുത്ത തലമുറയെ പഠിപ്പിക്കേണ്ടത്, എന്ത് ഊർജമാണ് അവരിലേക്ക് പകരേണ്ടത്, എങ്ങനെയാണ് മാനവിക ഊർജം എന്ന് പറയുന്നത് ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് സംക്രമിപ്പിക്കേണ്ടത്, എന്നിത്തരം കാര്യങ്ങളൊക്കെ നിരന്തരമായി തൻ്റെ സംഭാഷണത്തിലൂടെ, കവിതകളിലൂടെ, ആലോചനകളിലൂടെ, സൗഹൃദങ്ങളിലൂടെ ഒക്കെ നിരന്തരം പങ്കുവച്ചിട്ടാണ് ഇന്ന് ഇവിടെ കുരീപ്പുഴ ശ്രീകുമാർ വന്നിരിക്കുന്നത്. അപ്പം അദ്ദേഹം വർഷിച്ച ജീവിതത്തിനുള്ള ഒരു അംഗീകാരം കൂടിയാണ് നമ്മൾ ഈ കൊടുക്കുന്ന പുരസ്കാരം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് അത് സ്വീകർത്താവിനേക്കാൾ ഒരുപക്ഷെ ഈ പുരസ്കാരത്തിനും നമുക്കുമൊക്കെ ഒരു മാന്യത ഉണ്ടാവുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നല്ല യഥാർത്ഥത്തിൽ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും ഉയരും. അല്ലാതെ അത് ഇന്നത്തെ മുതലാളിത്ത കാലഘട്ടത്തിൽ വിചാരിക്കുന്ന പോലെ ഒരാളുടെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് കൂട്ടുക, ഒരാളുടെ ഹാലോ കുറച്ചുകൂടി തെളിയിക്കുക, അതൊന്നുമല്ല. കാന സുബ്രഹ്മണ്യം എന്ന് പറയുന്ന തമിഴ് കവിയുടെ കവിതയിൽ പറയുന്നുണ്ട്, ഗാന്ധി വെടിയേറ്റ് വീണു, മരിച്ചു. പക്ഷേ നമുക്ക് തോന്നും അതൊരു സങ്കടകരമായ കാര്യമാണ്. സങ്കടകരമായ കാര്യം തന്നെയാണ്, ട്രാജഡി തന്നെയാണ്. ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും മഹത്തായ ട്രാജഡികളിൽ അതിൻ്റെ തുടക്കം അവിടെ നിന്നാണ്. പക്ഷേ അതേസമയം അദ്ദേഹം വീണപ്പോൾ നമ്മൾ അല്പം കൂടി ഉയർന്നിട്ടുണ്ട്. നമ്മൾ ആ വീഴ്ച, ആ ത്യാഗം, അവസാനത്തെ ആശ്വാസം ബാക്കിയുള്ള ഇന്ത്യൻ ജനതയെ അല്പം കൂടി ഉയർത്തി. നമ്മൾ ആ ശത്രുക്കളെ ജനശത്രുക്കളായിട്ട്, ഗാന്ധിയുടെ ശത്രുക്കളെ ജനശത്രുക്കളായിട്ട് കരുതി അവരെ മാറ്റി നിർത്തി, അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാതെ ഇന്ത്യൻ ജനത നിരന്തരം ആ യത്നം ഏറ്റെടുത്തിരുന്നു. ഇത് പതുക്കെ പതുക്കെ ഇതൊക്കെ പോവുകയാണ്, ഈ ബലങ്ങൾ പോവുകയാണ്. നമ്മൾ കെ.എൻ. പണിക്കർ, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് മരിച്ച കെ.എൻ. പണിക്കർ സാറ് ഇത് പറയുമ്പോൾ അകലെ നിന്ന് കേൾക്കുന്ന കാലോച്ചയെ നമ്മളെ അന്ന് അറിയിച്ചപ്പോൾ ഒരാളും ഗവനിച്ചിരുന്നില്ല. എനിക്ക് ഓർമ്മയുണ്ട് പണിക്കർ സാറ് പ്രസംഗം, ഫാസിസത്തിനെതിരെയുള്ള പ്രസംഗമൊക്കെ കേൾക്കുമ്പോൾ ആളുകൾ സന്തോഷമായിട്ട് കേൾക്കും, ആ പറയുന്നത് ശരിയാണെന്നൊക്കെ അംഗീകരിക്കും. പക്ഷേ സ്വകാര്യമായിട്ട് പറയുക, ഇതൊന്നും ഇന്ത്യയിൽ നടക്കാൻ പോകാത്തതാണ്. ഇന്ത്യ പോലെയുള്ള ഒരു ബഹുസ്വര രാജ്യത്ത് എങ്ങനെയാണ് ഒരു ഹിന്ദുത്വം പോലെയുള്ള ഒരു ഏകസ്വര പ്രത്യയശാസ്ത്രത്തിന് കയറിയിരിക്കാൻ പറ്റുക? ഇന്ത്യയെ പോലെ പലതരം ആരാധനാ രീതിയുള്ള സ്ഥലത്ത് എങ്ങനെയാണ് ഇവർക്ക് കയറിയിരിക്കാൻ പറ്റുക? 84-ൽ 2 സീറ്റുള്ളൂ എന്ന് ഓർക്കണം. അന്നാണ് ഈ പണിക്കർ സാർ പറഞ്ഞു തുടങ്ങുന്നത്. 2 സീറ്റ് പാർലമെൻറ്റിലുള്ള കാലത്താണെന്ന് ഓർക്കണം. അപ്പോൾ ആ പാദപതനം കേൾക്കാൻ പെട്ടെന്ന് പറ്റും. ഒരു തരത്തിൽ കലാകാരന്മാർക്കും അല്ലെങ്കിൽ ചിന്തകർക്കൊക്കെ ദൂരെ നിന്ന് വരുന്ന ഈ പാദപതനം, അതിൻ്റെ ശബ്ദം കേൾക്കാം. അങ്ങനെ കേട്ടുകൊണ്ട് അതിനെതിരെ വലിയ തരത്തിൽ നമ്മൾ സെക്യുലർ ആവാൻ, നമ്മൾ മതേതരത്വം ആവുക എന്ന് പറയുന്നത് എന്തെങ്കിലും നമ്മൾ പുസ്തകം നോക്കി പഠിക്കില്ല, നമ്മുടെ ഉള്ളിലുണ്ട്. അത് നമ്മുടെ സാമൂഹിക ജീവിതത്തിലുണ്ട്. ആ സത്യം മനസ്സിലാക്കിയാൽ മതി. നമ്മൾ സ്വതന്ത്രരാവുക എന്ന് പറഞ്ഞാൽ നിർഭയനാവണം, ഉള്ളിൻ്റെ ഉള്ളിൽ നിർഭയനാവുക. ഇതിങ്ങനെ പറഞ്ഞു തന്ന ഒരാളാണ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ ആദ്യ കവിതകൾ പ്രസിദ്ധീകരിക്കുന്ന കാലത്ത് കുരീപ്പുഴ ശ്രീകുമാർ എന്ന് പറഞ്ഞാൽ അന്ന് വലിയ കവിയാണ്. ഞാനൊക്കെ എഴുതി തുടങ്ങുന്ന കാലമാണ്. അപ്പോൾ അന്ന് കാർഡ് ആണ്, 15 വയസ്സുവരെ കാർഡിൽ കുരീപ്പുഴ ശ്രീകുമാറിൻ്റെ ഇത് വരും, കാർഡ് വരും. അതിലെഴുതിയിട്ടുണ്ട് ആ കവിതയെ പറ്റിയുള്ള സന്തോഷം നമ്മളെ അറിയിക്കും. അപ്പം അന്ന് ഒരു കുഗ്രാമത്തിൻ്റെ മൂലയ്ക്കിരുന്ന് കവിത എഴുതാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് അന്നത്തെ വലിയ കവിയായിരുന്ന ഈ മനുഷ്യൻ്റെ കാർഡ് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. അതെന്തുമാത്രം നമ്മളെയൊക്കെ, എനിക്ക് മാത്രമല്ല, കേരളത്തിലെ ഇപ്പം കവികളായിരിക്കുന്ന ഏതാണ്ട് ഒട്ടുമിക്കാൽ പേർക്കും കുരീപ്പുഴയുടെ കാർഡ് കിട്ടാത്ത, ആ കാർഡല്ല, അത് യഥാർത്ഥത്തിൽ അവാർഡാണ്. ആ അവാർഡ് കിട്ടാത്ത ഒരാളും തന്നെ ഇല്ല എന്ന് പറയാം. അപ്പം അങ്ങനെ ഒരു ഭാവിയോടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത്
തൻ്റെ പിന്നാലെ വരുന്നവരോടുള്ള കമ്മിറ്റ്മെൻ്റാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റ്മെൻറ്റ്. ചരിത്രം നമ്മളിൽ അവസാനിക്കുന്നില്ല എന്നുള്ള തിരിച്ചറിവ്, ചരിത്രത്തിൽ നമ്മുടെ പിന്നാലെ വരുന്നവർക്ക് പ്രത്യാശ കൊടുക്കണം എന്ന് പറയുന്ന തിരിച്ചറിവ്, അത് തരുന്ന ആളാണ് യഥാർത്ഥത്തിൽ സാമൂഹ്യ പ്രവർത്തകൻ എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ നോക്കിയാൽ തോമസ് മാഷിൻ്റെ പേരിലുള്ള അവാർഡ് വളരെ വളരെ ഉചിതമായ കൈകളിലാണ് എത്തിച്ചേർന്നത്. എല്ലാവർക്കും നന്ദി.